തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേതൃമാറ്റത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് മന്ത്രി വി.എൻ. വാസവൻ ഇപ്പോൾ പറയുന്നത്. മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും മുൻപ് ആദ്യം പ്രതികരണം കേൾക്കാം. തീരുമാനമായില്ല. അല്ല, തീരുമാനം സി എം ഇപ്പോൾ കുവൈറ്റിന് പോയിരിക്കുക. അദ്ദേഹം മനസ്സിലെ ഫൈനൽ ഡിസിഷൻ. അതുകൊണ്ട് സിയുമായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷം മാഷ് പറയും കേട്ടോ. അല്ല, സിയുമായിട്ട് സി എം വന്നു കഴിഞ്ഞിട്ട് ആർക്കും സി എം എന്നോട് ആശയവിനിമയം നടത്തി മാഷ് പറയും. റോഷിപാലിന്റെ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് വരെ അന്വേഷണം എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഇതാ പ്രതിഷേധം കടുപ്പിക്കാൻ പോകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അഴിച്ചുപണി നടത്തി മുഖം രക്ഷിക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. അതിലിപ്പോൾ PS പ്രശാന്തിനെ മാറ്റുന്നു എന്നതാണ് കോടതിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ. പക്ഷെ പകരം ആര് എന്നതിൽ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടോ? സമ്പത്ത് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ഇന്നിപ്പോൾ മന്ത്രി പറയുന്നത്? ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്തെങ്കിലും മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിലില്ല. മുഖ്യമന്ത്രി വിദേശത്താണ്. മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം ഈ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇത് തുടരാൻ, നിലവിലെ സ്ഥിതി തുടരാനുള്ള അനുമതി നൽകാൻ സാധ്യത കുറവാണ്. കാരണം ആരോപണങ്ങളുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണമടക്കം നിലവിലെ ദേവസ്വം ഭരണസമിതിക്കെതിരാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ ദേവസ്വം സെക്രട്ടറിയുടെ ശുപാർശ പ്രകാരം ഈ കാലാവധി നീട്ടാനുള്ള രണ്ട് ശുപാർശകൾ, ഒന്ന് കാലാവധി 1 വർഷത്തേക്ക് നീട്ടാനും മറ്റേത് ജൂൺ വരെ കാലാവധി നീട്ടാനും. ഇനിയുള്ള ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി ജൂൺ വരെ എന്ന നിലയിലേക്ക് മാറ്റണമെന്ന ശുപാർശ രണ്ടും അംഗീകരിക്കാതെ പുതിയ ദേവസ്വം ഭരണസമിതിയെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് ഈ കാര്യത്തിൽ എന്തായാലും ഏറെ വൈകാതെ തന്നെ തീരുമാനമുണ്ടാകും. മന്ത്രി പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ 4 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യത്തിൽ എന്തൊക്കെ ചർച്ചകൾ നടന്നു എന്നതിന്റെ സൂചനകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വൈകാതെ തന്നെ സംസ്ഥാന സെക്രട്ടറി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആശയവിനിമയം നടത്തും. അടുത്ത ബുധനാഴ്ച ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റിൽ ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും.